ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ 3-4 കമൻറ്റ് കണ്ടു. പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് വേണം, പ്രൊഡക്റ്റീവായിട്ടുള്ള വ്ളോഗ് വേണമെന്ന്. പക്ഷേ ഇത് പ്രൊഡക്റ്റീവ് അല്ല കേട്ടോ. ഇത് നമ്മളെ 2 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ പുതിയ വീക്കത്തെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് മൺഡേ ഒരു 6:40 ആയപ്പോൾ ഞാൻ എണീറ്റ്. ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ്, കാരണം 2 ദിവസം ലീവ് ആയതുകൊണ്ട് പിറ്റേ ദിവസം ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ പോയി ഫ്രഷൊക്കെ ആയി, മുഖം കഴുകി പല്ലൊക്കെ തേച്ച് നേരെ റൂമൊക്കെ വന്നിട്ട് ബെഡൊന്ന് ക്ലീൻ ചെയ്തിട്ട് വാട്ടർ ബോട്ടിലിട്ട് നേരെ താഴെ പോയി. കുറച്ച് കൂടുതൽ ലേറ്റ് ആണല്ലോ നമ്മളിന്ന്. അപ്പോൾ ഞാൻ ഈ ചിയാ സീഡ്സ് കഴിഞ്ഞ ദിവസം വെള്ളത്തിലിട്ടത് കുറച്ച് കൂടുതലായി പോയിരുന്നു കഴിച്ച്. ഞാൻ ഇപ്പോൾ വെള്ളത്തിൽ അതൊക്കെ ഇട്ട് കുടിക്കണേ എന്തിൻ്റെതോ എന്തോ അങ്ങനെ അത് ഞാൻ എടുത്ത് വെള്ളം മിക്സ് ചെയ്ത് ബോട്ടിലേക്ക് അതിട്ടിട്ട് വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് പിന്നെ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കോളേജിലേക്ക് കൊണ്ടുപോകാൻ ലഞ്ചിന് നമ്മൾ കൊണ്ടുപോകുമല്ലോ അത് അങ്ങനെ ചിയാ സീഡ്സ് ഇട്ട വെള്ളം ഞാൻ കുറച്ച് കുടിച്ചു. വലിയ രസമൊന്നുമില്ല, പിന്നെ നമ്മളാവശ്യമല്ലേ കുടിക്കാൻ കട. പിന്നെ ഞാൻ വിചാരിച്ച് കോഫി ഉണ്ടാക്കാം. ഞാൻ രാവിലെ കോളേജിൽ ദിവസം അപൂർവം കിച്ചണിക്ക് വരുള്ളൂ. അന്ന് പിന്നെ ഇങ്ങനത്തെ ഒരു ഉൾവിൽകളാണ്. അപ്പോൾ സമയമില്ലാത്ത നേരത്തെ ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി. എനിക്ക് മാത്രമല്ല ഉമ്മാക്കും കൂടി ഉണ്ടാക്കി. ഞാൻ മാത്രം കുടിക്കണത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാനും ഉമ്മയും കുറച്ച് കോഫിയൊക്കെ കുടിച്ച് പിന്നെ ബീറ്റ്റൂട്ടൊക്കെ ഞാൻ അപ്പോൾ ഇതിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാത്ത റയറാണ് ഇങ്ങനെ പച്ചക്കറിയൊക്കെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഞാൻ വല്ല അച്ചാറോ മുട്ട പൊരിച്ചതോ അങ്ങനെ വല്ലതൊക്കെയാണ് കൊണ്ടുപോക്കുക. എന്തായാലും അപ്പം ഇന്ന് ബീറ്റ്റൂട്ടാണ്. അങ്ങനെ ബീറ്റ്റൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ കോഫിയും വെള്ളം നേരെ റൂമിൽ പോയി. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളിന്ന് ഭയങ്കരധികം ലേറ്റാണ് ഗൈസ്. അങ്ങനെ ഞാൻ പോയിട്ട് കഴിഞ്ഞ ദിവസം ചെടിയൊക്കെ ജനാലിൻ്റെ സൈഡിലേക്ക് എടുത്ത് വെച്ചിരുന്നു വെയിൽ കെട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇപ്പോഴാണ് ഞാൻ മാറ്റി വെക്കണം. ഒരു അച്ചടക്കമില്ല. അങ്ങനെ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ തുടങ്ങിയ പരിപാടിയാണിത്. ഡെയിലി പ്ലാനർ. ഒരു പ്ലാനിങ്ങും ഇല്ലയെന്നുണ്ടെങ്കിലും പ്ലാൻ ചെയ്യാൻ ഒരു മടിയില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ഏറെക്കുറെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഒപ്പം നമ്മളെ കോഫി കുടിക്കണ്ടല്ലേ, കോഫി അവിടെ ഇരിക്കും, പ്ലാനിങ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് പ്ലാൻ ചെയ്ത് പിന്നെ നമ്മളെ കോഫിയൊക്കെ കുടിക്കണുണ്ട്. അങ്ങനെ വേഗം പ്ലാനിങ്ങും കഴിച്ച് കോഫി കുടിക്കലും കഴിച്ചിട്ടേ എടുത്ത സാധനം അതേപോലെ അവിടെ തന്നെ വെച്ച്, അല്ലെങ്കിൽ പിന്നെ റിട്ടേൺ വരുമ്പോൾ അങ്ങനെ ഒന്നല്ലേ കാരണം. പിന്നെ ഇതാണ് എൻ്റെ പുതിയ ആങ്കർ. എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് വാഷിംഗ് മെഷീനിൽ ഇടുന്ന ഡ്രസ്സ് തൂക്കിയിട്ടുള്ളത്. പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ അലക്കിയിട്ടപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഫാനിൻ്റെ ഇത് കിട്ടി അങ്ങനെ റെഡി ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ നേരെ ഫ്രഷ് ആവാൻ പോയി. 7:50 സംതിങ് എന്തെങ്കിലും 8 മണിക്ക് ഇറങ്ങണം. അങ്ങനെ വേഗം പോയിട്ട് ഞാൻ ഫ്രഷായി. താഴ്ന്ന ഫുള്ള് പുളിയാണ്, കാരണം മഞ്ഞിന് ഫുൾ സെറ്റായി താഴെ നിൽക്കുന്നുണ്ട്. ഞാൻ എത്തിയിട്ടില്ല. പിന്നെ ഷടപടയിച്ചിട്ട് ഞാൻ റെഡി ആയിട്ട് നേരെ പോയി ഫുഡ് കഴിച്ച് കഴിച്ച് നല്ല മൈദ ദോശയായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ പോയി. ബസ്സിലാണ് ഇത്. വളാഞ്ചേരി സ്റ്റാൻഡ് എത്തിയപ്പോഴാണ് ഇങ്ങനത്തത്, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ റിഫക്ക് ഭയങ്കര തലവേദന. അങ്ങനെ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയിട്ട് കട്ടൻ ചായയും കട്ടൻ ചായ കേട്ടോ, പിന്നെന്തോ ബണ്ണും, പിന്നെ ഞാൻ ചായയും മറ്റേ വട്ടുപത്തിരി അതുണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ചു. ബസ്സിലൊക്കെ വന്നപ്പോഴത്തേന് വിശന്ന് ഗൈസ്. പിന്നെ ചായ കുറച്ച് കൂടുതൽ ചൂടുണ്ടായിരുന്നു, അപ്പോൾ ചൂടാറ്റി കുടിച്ചു. 2 hours later. ഇതിന്റെ ചെലവ് ഗൈസ് 3000 സബ്സ്ക്രൈബർ അതിന്റെ ട്രീറ്റ് കഴിഞ്ഞിരിക്കുന്നു. 4000 സബ്സ്ക്രൈബേഴ്സ് ആവാനായി, പക്ഷെ ഇപ്പോഴാണ് ട്രീറ്റ് ചെയ്യാൻ 4,000. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റീവ് അല്ലാത്ത മോർണിംഗ് റൂട്ടീൻ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.